വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു സാമ്പാറിൻ്റെ റെസിപ്പി. ഞാൻ എങ്ങനെയാണ് എൻ്റേതായ രീതിയിലൊരു സാമ്പാർ ഉണ്ടാക്കുന്നത്, എൻ്റെ ഒരു സാമ്പാറിൻ്റെ ഒരു വേർഷൻ, അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സാമ്പാർ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നൊരു വിഭവം തന്നെയാണ്. ഇതിപ്പോൾ എൻ്റേതായ ഒരു സ്റ്റൈലൊരു സാമ്പാറാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. പ്രത്യേകിച്ച് സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരു സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് അല്ലേ? നമുക്കൊന്ന് കണ്ടു നോക്കാം എൻ്റേതായ ഒരു വേർഷൻ സാമ്പാർ എങ്ങനെയാണ്. ഓക്കെ, ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ നോക്കിയാലോ. എൻ്റെ കൂടെ നിങ്ങളും വരിക. നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവുകയാണ്. അതിനുവേണ്ടി കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം കുറേശ്ശെയാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. കാരണം ഞങ്ങളാകെ 3 പേരേ ഉള്ളൂ. അതിൽ മോൾ അങ്ങനെ അധികം സാമ്പാർ കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയല്ലേ, അപ്പോൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ സാമ്പാർ. അതിൻ്റെ സാമ്പാറൊക്കെ ആകുമ്പോൾ നമുക്ക് 2 പേർക്ക് വേണ്ടി കുറച്ച് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കുമ്പോൾ എന്താണെങ്കിൽ ഉണ്ടാവുമോ. അപ്പോൾ ഒരുപാട് പച്ചക്കറികളുണ്ട്, ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചേക്കുന്നത് എടുത്തേക്കുന്നത് ഇപ്പോൾ ഒരു തക്കാളി, കുറച്ച് ചുമന്നുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മത്തങ്ങ, കുറച്ച് വെണ്ടയ്ക്ക ഒരു 3 എണ്ണം എടുത്തിട്ടുള്ളൂ. ഒരു ക്യാരറ്റ്, ഒരു വഴുതനങ്ങ, കുറച്ച് മല്ലിയില, കുറച്ച് മുരിങ്ങാക്കോൽ ഞാൻ 2 മുരിങ്ങക്കോലാട്ടോ എടുത്തത്. പിന്നെ കുമ്പളങ്ങയുടെ ഒരു ചെറിയ പീസ്. ഇത് മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്ന പച്ചക്കറികൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാവേ. നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നു. ഇതിനകത്തിപ്പോൾ മത്തങ്ങ, മുരിങ്ങക്കോൽ, ക്യാരറ്റ്, വഴുതനങ്ങ ഇത്രയുമാണ് ഇതിലുള്ളത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ തക്കാളിയും വെണ്ടയ്ക്കയും സെപ്പറേറ്റ് ആണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ വെണ്ടയ്ക്ക മറ്റ് പച്ചക്കറികളുടെ കൂടെ ഇട്ട് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് വെണ്ടയ്ക്ക ബാക്കി എല്ലാ പച്ചക്കറിയും വെന്ത ശേഷം മാത്രം ലാസ്റ്റ് ഇടാൻ വേണ്ടിയാണ് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത്. അതുപോലെ തക്കാളി മാറ്റി വെച്ചേക്കുന്നത് ചുമന്നുള്ളി ചുമന്നുള്ളി നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ചേർക്കാനുള്ളതാണ് തക്കാളി. അത് മറ്റ് പച്ചക്കറികളുടെ കൂടെ ഇടാനുള്ളതല്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ്. മുളക് പൊടി 1 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. കാശ്മീരി മുളക് പൊടിയാണ്, കളർ കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ മല്ലിപ്പൊടി ആണെങ്കിലും 1 ടീസ്പൂണാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ചുമന്നുള്ളി 20 എണ്ണം എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് നീറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ മെയിനായിട്ട് പിന്നുള്ളത് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പെരുങ്കായം, കായത്തിൻ്റെ പൊടിയാണ്. പിന്നെ ഈ സാമ്പാറിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നതാണ് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് ഞാൻ 1 കൈപ്പിടിയിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഒരു കൈപ്പിടി തുവരപ്പരിപ്പാണ് കഴുകി നീറ്റാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡിയാണ്. അപ്പോൾ നമ്മൾ പൊടികളായിട്ട് ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ നമ്മുടെ സാമ്പാർ പൊടി. ഇത്രയും പൊടികളാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ലാസ്റ്റ് സാമ്പാർ വാങ്ങി വെക്കുന്ന സമയത്ത് ഇത്തിരി കടുക് പൊട്ടിക്കുന്ന സമയത്ത് കായപ്പൊടി. ഇത്രയാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ തുവരപ്പരിപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കുക. കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. നന്നായിട്ട് വേവിച്ച് വെള്ളമൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒരു കയ്യിൽ വെച്ച് നന്നായിട്ട് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം തുവരപ്പരിപ്പ് വേവിച്ച് ഉടച്ച് അത് കൊണ്ടുവരാം. നമ്മൾ തുവരപ്പരിപ്പ് നമ്മുടെ കുക്കറിലേക്ക് ഇട്ടു. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ തുവരപ്പരിപ്പ് മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളം അത് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടാതെ നമ്മൾ 1 നുള്ളു മഞ്ഞൾപ്പൊടി കൂടി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയിൽ നിന്ന് 1 നുള്ളു മഞ്ഞൾപ്പൊടി കൂടി തുവരപ്പരിപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് വേവിക്കാൻ വെക്കുകയാണ്. ഒരു 3 വിസിൽ കേൾക്കത്തക്ക സമയം നമ്മളതിന് കൊടുക്കണം. 3 വിസിൽ വന്ന് കഴിയുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും പരിപ്പ്. വെന്ത് കഴിയുമ്പോൾ വെള്ളം ഇത്തിരി കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആകെ 1 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ വെള്ളം കുറച്ചുകൂടി കുറയും. അപ്പോൾ നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ തുവരപ്പരിപ്പ് ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ നമുക്ക് തുവരപ്പരിപ്പ് വെന്ത് അത് ഉടച്ചെടുത്തിട്ട് നമുക്ക് വരാം കേട്ടോ. നമ്മൾ നമ്മുടെ തുവരപ്പരിപ്പ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ. ആ ടൈമിൽ നമുക്ക് അത് വെന്ത് ആവി വന്ന് 3 വിസിൽ വരുന്ന ആ ടൈം നമുക്കുണ്ടല്ലോ. ആ ടൈമിൽ നമുക്ക് ഒരു ചീനച്ചട്ടി അപ്പുറത്ത് ഗ്യാസിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഉണ്ടല്ലോ. ചുമന്നുള്ളി ഞാൻ കുറച്ച് വലിയ ചുമന്നുള്ളിയൊക്കെ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചുമന്നുള്ളി മാത്രം ഉപയോഗിക്കാവുള്ളൂ, സവാള ഉപയോഗിക്കരുത്. കാരണം ഇതാണ് അതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ചുമന്നുള്ളി ആഡ് ചെയ്യാം. ഒരു 20 ചുമന്നുള്ളിയിൽ കൂടുതലുണ്ട്. നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ കേട്ടോ.
നമ്മുടെ ചുവന്നുള്ളി എല്ലാം നന്നായിട്ട് വഴണ്ടു വെളിച്ചെണ്ണയിൽ, അതുപോലെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഒരുപാട് ബ്രൗൺ ഒന്നും ആവരുത്, ചെറിയ രീതിയിൽ ബ്രൗൺ ആയാലും നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ഈ സമയം നമ്മൾ എടുത്ത് വെച്ചേക്കണം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഓരോ ടീസ്പൂൺ എടുത്ത് വെച്ചിരുന്നല്ലോ, അത് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഈ പച്ചച്ചുവ, ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചച്ചുവ മാറണവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ ചുമന്നുള്ളി നന്നായിട്ട് വഴണ്ടു. അതുപോലെ തന്നെ അതിൽ നമ്മളിട്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഈ മൂന്നും അതിൻ്റെ പച്ചമണം എല്ലാം മാറി ഒരു 1-2 മിനിറ്റ് ഞാൻ വഴറ്റിയായിരുന്നു. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തക്കാളി, ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തക്കാളി ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇടണം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴണ്ടി തക്കാളി അങ്ങോട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ, വഴൻ്റെ അങ്ങോട്ട് പോകരുത്, ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഒരു 3 ഗ്ലാസ് തിളച്ച വെള്ളം, നല്ല ചൂടുവെള്ളം മാത്രമേ അത് ഒഴിക്കാൻ പാടുള്ളൂ, അല്ലാതെ തണുത്ത വെള്ളത്തേക്ക് ഒഴിക്കരുത് കറിയിലേക്ക്. ബോയിലിംഗ് വാട്ടറാണ് ഉദ്ദേശിക്കുന്നത്. ബോയിലിംഗ് വാട്ടർ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 3-4 ഗ്ലാസ് ബോയിലിംഗ് വാട്ടർ എന്തൊക്കെ ഒഴിക്കുക. നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നു, ഒട്ടും ഉടഞ്ഞു പോവരുത്, ഇതുപോലെ ഒന്ന് നന്നായിട്ട് വാടി. ആ ടൈമിൽ നമ്മളൊരു 4 ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളമാണ് ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുന്നത്. ഒരു 4 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഓൾറെഡി തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത്. ഇത് നന്നായിട്ട് ആ തക്കാളിയും സവാളയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി മിക്സായി വന്ന് ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ, ഇതിപ്പോൾ നല്ല തിളച്ച വെള്ളമായിട്ട് പെട്ടെന്ന് തന്നെ തിള വരും. ആ ടൈമിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളുണ്ടല്ലോ, നമ്മുടെ ക്യാരറ്റ്, അതിൽ കുമ്പളങ്ങ, മത്തങ്ങ, വഴുതനങ്ങ, മുരിങ്ങക്കോല്, ഇതെല്ലാം നമ്മൾ ആ ടൈമിൽ ഈ വെള്ളം തിളയ്ക്കുമ്പോൾ അതിനകത്തേക്ക് ഇടും. അതിനുശേഷം നമുക്ക് നോക്കാം. നന്നായിട്ട് പതുക്കെ വന്ന് തുടങ്ങി. അപ്പം നമ്മളിത് അതിനകത്തേക്ക് നമ്മുടെ പച്ചക്കറികളെല്ലാം ഇടുവാണ്. പച്ചക്കറികളെല്ലാം അതിനകത്തേക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് വേവണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കളർ കൂടി കിട്ടാനാണ് ആ ഒരു കാശ്മീരി മുളക് പൊടി നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇത് നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കും. നമ്മുടെ സാമ്പാർ ഇവിടെ ഈ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തു. മുരിങ്ങാക്കോല്, മത്തങ്ങ, അങ്ങനെ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഈ സ്റ്റേജിൽ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ആഡ് ചെയ്യാം. നമ്മൾ 2 വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ വെണ്ടയ്ക്ക നമ്മൾ ഈ സ്റ്റേജിലാണ് ആഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒപ്പം ഇട്ടാലേ നന്നായിട്ട് കലങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വെണ്ടയ്ക്ക നമ്മൾ ഈ സ്റ്റേജിലേക്ക് ആഡ് ചെയ്തു. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് ഈ വെണ്ടയ്ക്ക ഒന്ന് തിളയ്ക്കേണ്ട താമസമുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റേജ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ അപ്പുറത്തെ ഗ്യാസ് അടുപ്പിൽ നമ്മൾ വെച്ചിരുന്നല്ലോ നമ്മുടെ പരിപ്പ്, അതേ നോക്കൂ, കണ്ടോ, നന്നായിട്ട് വെന്ത് ഈ ലെവലിലെത്തി. ഇങ്ങനെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു തവി കൊണ്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം. കണ്ടോ, അപ്പം നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പരിപ്പിൻ്റെ പീസസ് അത്ര ഉള്ളൂ. ഒരുപാട് കൂടെ പേസ്റ്റ് പോലെ ആയാന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതുപോലെ ഇത് ചെറിയ രീതിയിൽ പരിപ്പിൻ്റെ പീസസും ഉണ്ട്. പിന്നെ ബാക്കി നമ്മൾ കയ്യിലുകൊണ്ട് നന്നായിട്ട് ഉടച്ച് അതും റെഡിയാണ്. ഇപ്പുറത്ത് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തു. ഇപ്പോൾ ഇതേ വെണ്ടയ്ക്ക ഇട്ടു. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഈ വെണ്ടയ്ക്ക ഒന്ന് വേവേണ്ട താമസമുള്ളൂ. നമുക്ക് ഈ പരിപ്പ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തു. നമ്മളിപ്പോൾ ഇതിൻ്റെ വെണ്ടയ്ക്കയും നന്നായിട്ട് വെന്തു. ഉടഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. കണ്ടോ, വെണ്ടയ്ക്ക കഷ്ണം നന്നായിട്ട് വെന്തു, എന്നാൽ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ചേർത്തത് കേട്ടോ. പിന്നെ ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഇതിനകത്തേക്ക് നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി, കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അത് ഇതിനകത്തേക്ക് നമ്മുടെ വെന്ത പരിപ്പ് നമ്മൾ സാമ്പാറിലേക്ക് മിക്സ് ചെയ്യുവാണ്. നമ്മൾ പരിപ്പ് മിക്സ് ചെയ്യാം. നമ്മുടെ പരിപ്പ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു. കണ്ടല്ലോ, പരിപ്പ് കുക്കറിൽ നിന്ന് കംപ്ലീറ്റ് പരിപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് പുളിവെള്ളം ഉണ്ടായിരുന്നല്ലോ, ഞാൻ പുളിവെള്ളം ഇങ്ങനെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വാളംപുളി വെള്ളം. അപ്പോൾ ആ വാളംപുളിയുടെ വെള്ളം അതും അതിനകത്തേക്ക് ഒഴിച്ചു. പുളിയൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും രണ്ടിനുമുള്ള സാമ്പാറാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ കുറച്ച് പുളി ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ
ദോശയുടെയൊക്കെ അത്ര ടേസ്റ്റ് വരില്ല. ഇപ്പോൾ പരിപ്പും എല്ലാം ആഡ് ചെയ്തു, പുളി ആഡ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ആഡ് ചെയ്യേണ്ടത് സാമ്പാർ പൗഡറാണ്. അപ്പോൾ സാമ്പാർ പൗഡർ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യും. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാമ്പാർ പൗഡർ ഉണ്ടല്ലോ, 2 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്ത് വെച്ചിരുന്നല്ലോ, ആ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ നമ്മൾ സാമ്പാറിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ സാമ്പാർ പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കായം നമ്മളൊരു അര ടീസ്പൂൺ എടുത്ത് വെച്ചിരുന്നത്, അര ടീസ്പൂൺ കായം കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അര ടീസ്പൂൺ കായവും കൂടി അതിനകത്തേക്ക് മിക്സ് ചെയ്തു. നമ്മുടെ സാമ്പാർ ഇപ്പോൾ പരിപ്പും എല്ലാം ഒഴിച്ചു ഈ ഒരു ലെവലിൽ എത്തിയേക്കുമാണ്. കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, കാരണം ഇത്തിരി പച്ചക്കറിയും പരിപ്പിന് നമ്മൾ വെള്ളം തീരെ ഇല്ലാണ്ട് വറ്റിച്ചെടുത്തിട്ടാണല്ലോ നമ്മൾ ഈ സാമ്പാറിലേക്ക് നമ്മൾ മിക്സ് ചെയ്തത്. അപ്പോൾ വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, ഇത്തിരി കുറുകിയായിരുന്നു സാമ്പാർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരിപ്പ് വേവിച്ച കുക്കറുണ്ടല്ലോ, ആ കുക്കറിൽ ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ഞാൻ അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സാമ്പാറിൽ തിളപ്പിച്ച ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്തപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തിയ സാമ്പാർ. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഇതേപോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, 5 മിനിറ്റ് വളരെ സിമ്മാക്കിയിട്ട് നമ്മൾ 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ചെറു തീയിലിട്ട് 5 മിനിറ്റ് തിളപ്പിക്കണം. കാരണം ഈ സാമ്പാർ പൊടിയുടെയും അതുപോലെ നമ്മൾ ആഡ് ചെയ്ത കായത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നന്നായിട്ട് എല്ലാ പച്ചക്കറികളിലും പിടിക്കാൻ വേണ്ടി നമ്മൾ 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം, അതും വളരെ ചെറിയ തീയിൽ. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് തിളപ്പിച്ച ശേഷം നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ സാമ്പാർ അങ്ങനെ ഫൈനൽ സ്റ്റേജിലെത്തി. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒത്തിരി കായത്തിൻ്റെ ഒരു ടേസ്റ്റ് കുറവുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കായം നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ കായം, ഏകദേശം ഒരു 3/4 ടീസ്പൂൺ എന്ന് പറയാം കായമാണ് മൊത്തം ആഡ് ചെയ്തേക്കണത്. അപ്പോൾ കായം ആഡ് ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റേജ് കുറച്ച് മല്ലിയില. ഇത് നമ്മൾ ഞാൻ കാണിച്ചില്ല, മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ മല്ലിയിലയും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തു. കണ്ടോ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആ വെള്ളം ഒഴിച്ചൊരു 5 മിനിറ്റ് തിളച്ച ശേഷമാണ് ഇതൊക്കെ ചെയ്തത് കേട്ടോ, ഒന്ന് വെള്ളം എന്ന് പിടിക്കാനായിട്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് കടുക് വറുക്കലാണ്. അപ്പോൾ കടുക് വറുക്കാനായിട്ട് ഒരു 3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, പ്രത്യേകിച്ച് കടുക് വറുക്കാനാണോ, അപ്പോൾ കടുക്, ഉണക്കമുളക്, കറിവേപ്പില, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൂടി നമുക്കിപ്പോൾ കടുക് വറുത്ത് നല്ല ചൂട് വെളിച്ചെണ്ണ കടുക് വറുത്ത് അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിപ്പോൾ ഒഴിക്കാം. അടുപ്പത്ത് കടുക് നന്നായിട്ട് പൊട്ടി ഞാൻ അതിനകത്തേക്ക് നമ്മുടെ കടുക്, ഉണക്കമുളകും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂക്കട്ടെ. ഇപ്പോൾ കടുക്, ഉണക്കമുളകും അതുപോലെ കറിവേപ്പിലയും നന്നായിട്ട് മൂത്തു. ആ ടൈമിൽ ഒരു 1/4 സ്പൂൺ വേണ്ട, അതിലും കുറവൊരിത്തിരി സാമ്പാർ പൊടി, അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ ഒരു സാമ്പാർ പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നേരെ നമ്മുടെ സാമ്പാറിൻ്റെ മുകളിലേക്ക് നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് മല്ലിയിൽ വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, എന്നാലും മല്ലിയിൽ ആഡ് ചെയ്യണം, അപ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക കേട്ടോ സാമ്പാറിൻ്റെ. ഇതിപ്പോൾ ഞാനൊരു എനിക്ക് തോന്നുന്നു 2-3 കുറച്ച് ഇത്തിരി മല്ലിയിൽ ആഡ് ചെയ്ത്, അപ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ട് സാമ്പാർ. ഇനി നമ്മളിത് നല്ലൊരു ഇതുപോലെ ഒരു അടപ്പ് കൊണ്ട് ഇതങ്ങോട്ട് അടച്ച് വയ്ക്കും. ഫുള്ളായിട്ടല്ല, ഒരു 3/4 ഭാഗം അടച്ച് വയ്ക്കും. ഇത് അവിടെ ഇരുന്നോട്ടെ. ഇനി ഇത് നമ്മളൊരു 1 മണിക്കൂർ കഴിയുമ്പോൾ എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നല്ല അടിപൊളി സാമ്പാർ റെഡി. പിന്നെ ഒരു പ്രത്യേക കാര്യം മറന്നുപോയി കേട്ടോ, അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി. ഒരു തുണ്ട് ശർക്കര, ചെറിയൊരു പീസ് ശർക്കര ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ്. അത് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും. ഒരു ചെറിയൊരു കഷ്ണമാണ് കറുത്ത ശർക്കര, ഒരു ചെറിയൊരു പീസ് ഇതിനകത്തേക്ക് ഞാൻ ഇടുവാണ്. അതതിനകത്ത് കിടന്നോട്ടെ. നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഒരു ചെറിയൊരു മധുരം അറിയൊന്നുമില്ല, അത് വിചാരിക്കുകയും ചെയ്യരുത്. മധുരം ഒന്നും അറിയത്തില്ല, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഓപ്ഷനിലാണ്, ഒട്ടും വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടണ്ട, പക്ഷെ അത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ സാമ്പാർ റെഡി. 1 മണിക്കൂർ കഴിഞ്ഞു. ഞാനിപ്പോൾ നമ്മുടെ പാത്രം ഒന്ന് തുറന്ന് നോക്കിയതാണ്. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ പച്ചക്കറികളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. എല്ലാം നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് കാണാം. അത് നമ്മളിട്ട വെണ്ടയ്ക്ക അത് ഒട്ടും ഉടഞ്ഞു പോവാതെ അതേപോലെ തന്നെ വെന്ത് കറക്റ്റായിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്സ് എല്ലാം കണ്ടോ, അതുപോലെ തന്നെ ചാറാണെങ്കിലും നല്ല കറക്റ്റായിട്ട്
കുറുകി ആവശ്യത്തിന് കുറുകൽ കേട്ടോ. സാമ്പാറിനൊരു കുറുകലിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് തന്നെ നോക്കൂ. നല്ല ചാറോട് കൂടിയുള്ള നല്ല ഒന്നാന്തരം സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ പോലെ ഇതേ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അതിൻ്റെ അകത്തൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഞാൻ ഉപയോഗിച്ചത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപയോഗിച്ചത്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഉപയോഗിച്ചത്. ഞാൻ ഉപയോഗിച്ചത് കാശ്മീരി മുളക് പൊടിയാണ്. അത് 1 ടീസ്പൂൺ ഇട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല, കാരണം അതിന് ഒട്ടും എരിവില്ലല്ലോ, കളർ കൂടുകയുള്ളൂ. പക്ഷേ മല്ലിപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ 1 ടീസ്പൂൺ എടുത്തത് കുമിച്ചല്ല എടുത്തേക്കണത്, സാധാ പോലെ ഒരു ടീസ്പൂൺ എടുത്തേക്കണത്, അത് കുമിച്ചല്ല. കാരണം ഞാൻ പ്രത്യേകം പറയാൻ കാര്യം, മല്ലിപ്പൊടിയുടെ അളവ് ഒട്ടും കൂടരുത്, കുമിച്ചെടുക്കരുത്. കാരണം ഇതിപ്പോൾ ഞാൻ എടുത്തത് ഞാൻ ആ ഒരു പ്ലേറ്റിലിട്ടല്ലേ കാണിച്ചത്, അത് കുമിച്ചല്ല എടുത്തേക്കുന്നത്, സാധാ പോലെ എടുത്തേക്കുന്നത് 1 ടീസ്പൂൺ. അപ്പോൾ അത് ഞാൻ എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക. വെൽക്കം ബാക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു സാമ്പാർ? എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റുന്നൊരു സാമ്പാറാണ്. ഒരുപാട് വലിയ പണികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ, വളരെ നിസ്സാരമാണ്. കണ്ടായിരുന്നല്ലോ അല്ലേ? പിന്നെ എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം, എനിക്കറിയാതെ. പക്ഷെ ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു ചെറിയൊരു സാമ്പാർ വേർഷൻ കാണിച്ചതാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, അതുപോലെ തന്നെ എക്സ്ട്രാ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഉണ്ടാക്കിയ പോലെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു കമൻറ്റ്, അതുപോലെ ഒരു സബ്സ്ക്രിപ്ഷൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ സാമ്പാർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ആ പുളിയുടെ ഒരു കറക്റ്റ് ഒരു പുളി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, പുളി കൂടി പോകരുത്. കാരണം ബ്രേക്ക്ഫാസ്റ്റിനാകുമ്പോൾ നമുക്ക് തീരെ പുളിയുടെ ആവശ്യമില്ല. ലഞ്ചിനാകുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു വളരെ ചെറിയൊരു പുളിപ്പ്. അപ്പോൾ അതൊരു ആവറേജ് ആയിട്ട് കൊണ്ടുപോയി ഇത് രണ്ടിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ രീതിയിലാണ് ഈ സാമ്പാർ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ മീൻസ് ബൈ ഫ്രം സന്ധ്യ. സ്റ്റേ ഹാപ്പി ഓൾവേസ്. ബൈ ബൈ.